നമസ്കാരം. സനാതനധർമ്മത്തിൽ വിഗ്രഹ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യം തന്നെ നൽകപ്പെടുന്നതാണ്. പ്രാണപ്രതിഷ്ഠയിലൂടെ ആ വിഗ്രഹത്തിൽ ദേവചൈതന്യം ഇരട്ടിക്കുവാൻ കാരണമായി തീരും. ഇതിനാൽ തന്നെ ക്ഷേത്ര നിർമ്മിതികൾ അല്ലെങ്കിൽ രൂപകൽപ്പനയിൽ പ്രധാന പ്രതിഷ്ഠയ്ക്കും അതുമായി ബന്ധപ്പെട്ട ആരാധനകൾക്കും വലിയ പ്രാധാന്യവും പ്രത്യേക നിയമങ്ങളും നൽകുന്നതുമാണ്. എന്നാൽ ചില ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ സ്വയംഭൂ വിഗ്രഹങ്ങളായി പറയപ്പെടുന്നതാണ്. സ്വയംഭൂ എന്നാൽ തനിയെ എന്ന് അർത്ഥമാക്കുന്നു. സ്വയംഭൂ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഇതിനാൽ ഒരു അത്ഭുതമായി തന്നെ ഭക്തർ അനുമാനിക്കുന്നതുമാണ്. എന്നാൽ ഭാരതത്തിലെ ഒരു ക്ഷേത്രത്തിലെ സ്വയംഭൂ വിഗ്രഹം ശാസ്ത്രജ്ഞരെയും അതേപോലെ വിശ്വാസികളെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ ജീവനുള്ള വിഗ്രഹം എങ്ങനെ എവിടെ നിന്നും വന്നു എന്നതിനെക്കുറിച്ചും ഈ വിഗ്രഹത്തിന് മാത്രം വന്നു ചേരുന്നതായ ആ പ്രത്യേകതകളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഹേമാചല ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം. മള്ളൂർ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം തെലങ്കാനയിലെ മള്ളൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4000 വർഷത്തിലധികം പഴക്കമുള്ള പ്രസിദ്ധമായ പുരാതന ക്ഷേത്രം കൂടിയാണ് ഇത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 15000 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 150 പടികൾ നാം കയറിയതിന് ശേഷം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സാധിക്കൂ. ശാന്ത സുന്ദരമായ പ്രകൃതി ഭംഗിയോടുകൂടിയ ഈ ക്ഷേത്രം ഓരോ വിശ്വാസിയെയും അത്ഭുതപ്പെടുത്തും വിധം ഇന്നും പ്രൗഢ ഗാംഭീര്യത്തോടെ നിലകൊള്ളുന്നതാകുന്നു. നരസിംഹസ്വാമി വിഗ്രഹം 10 അടി ഉയരം, താമരപ്പൂ പോലെ സോഫ്റ്റായ വിഗ്രഹവുമാണ്. ക്ഷേത്രത്തിനോട് ചേർന്ന് സ്വയംഭൂവായി ഉഗ്ര ആഞ്ജനേയ സ്വാമിയുടെ വിഗ്രഹവും നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കും. ആഞ്ജനേയ സ്വാമി ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷകനായി അഥവാ ക്ഷേത്ര പാലകനായി നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്ന് വെള്ളച്ചാട്ടവും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ മനസ്സിനെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതായ പല കാര്യങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. ഐതിഹ്യം നോക്കുകയാണ് എങ്കിൽ ഈ പ്രദേശത്തിന് ഹേമചല എന്ന നാമം നൽകിയത് ശ്രീ അഗസ്ത്യാരാകുന്നു. ഐതിഹ്യപ്രകാരം നോക്കുമ്പോൾ ഈ പ്രദേശം രാവണൻ തൻ്റെ സഹോദരിയായ ശൂർപ്പണയ്ക്ക് നൽകി. ഇവിടെ ഭഗവാൻ ശ്രീരാമൻ ഐതിഹ്യപ്രകാരം 14000-ഓളം വരുന്ന അസുരന്മാരെ വധിച്ചു എന്നും ഐതിഹ്യത്തിലുണ്ട്. ഖര, ദുശന്ന എന്നീ അസുരന്മാർ നയിച്ച 14000-ഓളം വരുന്ന അസുരന്മാരെയാണ് ഭഗവാൻ യുദ്ധത്തിൽ വധിച്ചത്. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് അനേകം പ്രത്യേകതകളുമുണ്ട്. ഓരോ വിശ്വാസിയെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ നരസിംഹ പ്രതിഷ്ഠ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ചില പ്രത്യേകതകൾ ഈ വിഗ്രഹത്തിനുണ്ട്. വളരെ മൃദുവായ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം. ഒന്നമർത്തിയാൽ ഉള്ളിലേക്ക് പതിയുകയും പിന്നീട് മുൻപത്തെ പോലെ ആവുകയും ചെയ്യുന്നതാണ്. ഒരു മനുഷ്യ ശരീരം എപ്രകാരം നാം അമർത്തിയാൽ രൂപമാറ്റം വന്നു ചേരുന്നുവോ അതേപോലെ ഈ വിഗ്രഹത്തിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത. രക്തം പൊടിയുന്നു. കൂടുതൽ ബലത്താൽ അമർത്തിയാൽ രക്തം വിഗ്രഹത്തിൽ നിന്നും അമർത്തിയ ഭാഗത്തു നിന്നും വരുന്നതാകുന്നു. നാഭിയിൽ നിന്നും ഇടയ്ക്കിടയ്ക്കായി രക്തം പൊടിയുന്നു എന്നതും ഈ വിഗ്രഹത്തിൻ്റെ സവിശേഷതയായി തന്നെ പരാമർശിക്കാം. ഇതിനാൽ പൂജാരിമാർ ചന്ദന ലേപനം ഇടയ്ക്കിടയ്ക്ക് വിഗ്രഹത്തിൽ പുരട്ടുന്നതുമാണ്. നെഞ്ചത്ത് രോമം. ശ്രീ നരസിംഹസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തിന് വളരെയധികം പ്രത്യേകത ഈ വിഗ്രഹത്തിനുണ്ട്. രോമം പോലെ സ്പർശിക്കുവാൻ അറിയുവാൻ സാധിക്കുന്നു എന്ന് പ്രധാന പുരോഹിതർ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതും ജീവനുള്ള വിഗ്രഹം എന്ന വാദത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നതുമാണ്. ഹൃദയമിടിപ്പ് എന്നത് മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. പല ഭക്തർക്കും ഈ അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. ഭഗവാന്റെ അടുത്ത് ചെന്ന് നിന്നാൽ ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്നും നെഞ്ചിൻ്റെ
ഇടുപ്പ് കേൾക്കുവാൻ അഥവാ നെഞ്ചിടിപ്പ് കേൾക്കുവാൻ സാധിക്കുന്നു എന്നാണ് വിശ്വാസികൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നതായ കാര്യം. ഓരോ വിശ്വാസിയെയും ഞെട്ടിപ്പിക്കുന്ന അനുഭവം തന്നെയാണ് ഈ ക്ഷേത്രം, ഈ പ്രതിഷ്ഠ സമ്മാനിക്കുന്നത് എന്നതാണ് വാസ്തവം. ഭൂമിയിൽ നിന്നും തനിയെ ഉയർന്നു വന്ന വിഗ്രഹം എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഈ സ്വയംഭൂ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇത്. ഉഗ്രരൂപിയായ ശ്രീ നരസിംഹ ഭഗവാൻ തൻ്റെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ഭക്തവത്സലനായി ഈ ക്ഷേത്രത്തിൽ വാഴുന്നതാണ്. ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായ കാര്യങ്ങൾ തന്നെയാണ് ഇത്. 5:30 ശേഷം, അതായത് വൈകുന്നേരം 5:30 ശേഷം ഈ ക്ഷേത്രനട അടയ്ക്കുന്നതാണ്. ഈ സമയം കഴിഞ്ഞാൽ ഭഗവാൻ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിനോട് ചേർന്ന വനപ്രദേശത്തിലും വിഹരിക്കും എന്നാണ് പരാമർശിക്കുന്നത്. ഭഗവാന്റെ സാന്നിധ്യം ഈ സമയങ്ങളിൽ വർദ്ധിക്കും എന്നാണ് വിശ്വാസം. ഇത് പലരുടെയും അനുഭവമാണ്. കുട്ടികൾ ഇല്ലാത്തവർക്കായി ക്ഷേത്രത്തിലേക്കുള്ള 150 പടികൾ കയറുന്ന കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് പെട്ടെന്ന് തന്നെ സന്താനഭാഗ്യം വന്നു ചേരും എന്നാണ് വിശ്വാസം. കൂടാതെ എത്ര വലിയ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങളും തടസ്സങ്ങളും ദൗർഭാഗ്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എങ്കിൽ, ജീവിതത്തിൽ മുന്നിലൊരു വഴിയില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ, നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും ഭാഗ്യവും ആഗ്രഹ സാഫല്യം അത് നടക്കില്ല എന്ന് ഉറപ്പിച്ചതായ കാര്യങ്ങളാണ് എങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ കാര്യങ്ങൾ നടക്കും. ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹമായി ചൊരിയും എന്നാണ് പറയുക. അത്രമേൽ വിശേഷമാണ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. 60 അടിയോളം നീളമുള്ള ധ്വജസ്തംഭം ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത തന്നെയാണ് ഇത്. ക്ഷേത്രത്തിന്റെ മുൻപിലായാണ് 60 അടിയോളം നീളമുള്ള ധ്വജസ്തംഭം നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെയും ഭക്തരുടെ വിശ്വാസത്തെയും ഊട്ടി ഉറപ്പിക്കും പോലെ ഇവിടെ ഈ ധ്വജസ്തംഭം നിലനിൽക്കുന്നതാണ്, അഥവാ നിലകൊള്ളുന്നതാകുന്നു. ബ്രഹ്മോത്സവം എന്ന ദിവസത്തിന് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. അഥവാ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവിടെ ബ്രഹ്മോത്സവം ആഘോഷിക്കുന്നത്. ഈ സമയം ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക. ഈ സമയം ദർശനം നടത്തുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത്. ഏവർക്കും എത്തിച്ചേരുവാൻ സാധിക്കണം എന്നില്ല. ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ, നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്നു എങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് അനുവാദം നൽകുക തന്നെ ചെയ്യും. ഈ ക്ഷേത്രത്തിൽ ഭഗവാനെ നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ദർശന സമയം ഏവരും ഓർക്കുക. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നിങ്ങൾക്ക് ദർശനം നടത്താം. വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കും. ക്ഷേത്രത്തിൽ കാർ പാർക്കിംഗ് സൗകര്യവും താഴെ ലഭ്യമാണ്. 50 രൂപയാണ് കാർ പാർക്കിങ്ങിനായി ഇവിടെ നൽകേണ്ടത്. തീർച്ചയായും ഏതൊരു ഭക്തനും ഭക്തയും ദർശനം നടത്തേണ്ട അത്ഭുത ക്ഷേത്രം തന്നെയാണ് ഇത്. തീർച്ചയായും ഏവരും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നിറയുക തന്നെ ചെയ്യും.